സത്യയെ അന്വേഷിച്ചുള്ള ഒരു യാത്രയിലാണ് ഞാൻ. സത്യ ഇപ്പോൾ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. കോയമ്പത്തൂർ എവിടെയോ ഉണ്ടെന്നറിയാം. അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഏകദേശം 11 വർഷത്തിന് മുൻപാണ് സത്യ അവസാനമായിട്ട് കാണുന്നത്. സത്യ ആരാണെന്നല്ലേ എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ ഒറ്റവാക്കിലൊക്കെ പറയുകയാണെങ്കിൽ സത്യ നമ്മുടെ വീട്ടിൽ നിന്നിരുന്ന ജോലിക്കാരിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ മാത്രം ആയിരുന്നില്ല. അത് ഈ വീഡിയോ മുഴുവനും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്നത് പോലെ ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു സമയത്താണ് സത്യം നമുക്ക് കിട്ടുന്നത്. മക്കളൊക്കെ ഉണ്ടായ ഒരു സമയം. ഞങ്ങൾക്ക് 3 കുട്ടികളാണ്, ട്രിപ്ലെറ്റ്സ്. അവർ ഒന്നിച്ചുണ്ടായ മക്കളാണ്, 3 പെൺകുട്ടികൾ. അവർക്ക് ഇപ്പം 14 വയസ്സായി. പക്ഷെ ജനിച്ച സമയത്ത് ഓരോ കിലോ വീതം വെയിറ്റുള്ള 3 കുഞ്ഞുങ്ങൾ 7 മാസം പോലും തികയുന്നതിന് മുൻപ് ജനിച്ച കുട്ടികളാണ് അവർ. അവരെ തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ആരോഗ്യമാക്കി എടുക്കാനും ഒക്കെ ഒരു പരാതി പോലും പറയാതെ നമ്മളുടെ ഒപ്പം നിന്ന ഒരാളായിരുന്നു സത്യ. ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കണ്ണൂരിൽ നിന്ന് തിരിച്ച് കോയമ്പത്തൂർ അമൃത യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്ന സമയത്ത് സഹായത്തിനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല കുട്ടികളെ നോക്കാൻ വേണ്ടി. ഹസ്ബൻഡിൻ്റെ പ്രായമായിട്ടുള്ള അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്കന്ന് 85 വയസ്സോളം പ്രായമുണ്ട്. ആ സമയത്ത് ഒരുപാട് അന്വേഷിച്ചു ഒരാളെ ഒന്ന് സഹായത്തിന് കിട്ടാൻ വേണ്ടിയിട്ട്. 3 കുട്ടികളെ നോക്കണം എന്നൊക്കെ പറയുമ്പം ആരും വരാൻ തയ്യാറാകുന്നില്ല. ഒരുപാട് ജോലി ഉണ്ടാവും, പറ്റില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ അവസാനമാണ് നമുക്ക് സത്യം കിട്ടുന്നത്. പറയാൻ മറന്നു, എൻ്റെ ഹസ്ബൻഡിന് കോയമ്പത്തൂർ അമൃത യൂണിവേഴ്സിറ്റിയിലാണ് ജോലി. നമ്മൾ വർഷങ്ങളായിട്ട് അവിടെ സ്റ്റാഫ് അപ്പാർട്ട്മെൻറ്റിലാണ് താമസം. ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇപ്പോൾ കോളേജിന് തൊട്ടടുത്തായിട്ട് ഒരു ഊരുണ്ട്, അതായത് ഒരു ഗ്രാമം. അവിടെ നിന്ന് ഒരുപാട് പേര് നമ്മുടെ ക്യാമ്പസിലേക്ക് ജോലിക്ക് വരാറുണ്ട്. തോട്ടം പണിക്ക്, അതേപോലെ ക്ലീനിങ് സ്റ്റാഫായിട്ട്, അങ്ങനെ ചെറിയ ചെറിയ പുറം ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ക്യാമ്പസിലേക്ക് വരാറുണ്ട് ജോലിക്ക്. അപ്പോൾ അവർ വഴി അന്വേഷിച്ചപ്പോഴാണ് സത്യ കിട്ടിയത്. ആ ഗ്രാമത്തിലായിരുന്നു സത്യം താമസിച്ചിരുന്നത്. അങ്ങനെയാണ് സത്യ നമ്മുടെ വീട്ടിലേക്ക് ജോലിക്ക് വന്നുകൊണ്ടിരുന്നത്. ഗ്രാമത്തിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഏകദേശം 4 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ രാവിലെയും 4 കിലോമീറ്റർ, വൈകുന്നേരവും 4 കിലോമീറ്റർ, അങ്ങനെ 8 കിലോമീറ്റർ നടന്നിട്ടാണ് ജോലിക്ക് വന്നുകൊണ്ടിരുന്നത്. എന്നാലും രാവിലെ കറക്റ്റ് 8 മണിക്ക് തന്നെ എത്തും കേട്ടോ. സത്യ വരുമ്പോഴത്തേക്കും മക്കളൊന്നും എഴുന്നേറ്റിട്ടുണ്ടാവില്ല. സത്യ വന്ന് അവരെയൊക്കെ എഴുന്നേൽപ്പിച്ച് സ്നഗ്ഗിയൊക്കെ മാറ്റി അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊരു ഓർഡറിലാണ് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരുന്നത്. കാരണം നമ്മൾ രാത്രി കിടക്കുമ്പോൾ സ്നഗ്ഗിയൊക്കെ കെട്ടിയിട്ടാണ് കിടത്തുക. അപ്പോൾ 3 രാത്രി കിടക്കുമ്പോൾ മൂത്രമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. കുറേ നാൾ ഉറക്കമൊക്കെ നിന്ന് മൊത്തത്തിൽ ഫിസിക്കലി മെൻ്റലി ഒക്കെ മൊത്തം ഡൗൺ ആയിട്ട് ആകെ പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു സമയം. അപ്പോൾ നമുക്കൊന്ന് രാത്രി ഒന്ന് ഉറങ്ങണമല്ലോ എന്ന് വിചാരിച്ചത് സ്നഗ്ഗിയൊക്കെ കെട്ടിയിട്ടാണ് കുട്ടികളെ കിടത്തുന്നത്. അപ്പോൾ സത്യം വന്ന് ആദ്യം ചെയ്യുന്നത് സ്നഗ്ഗിയെല്ലാം ഊരി കുട്ടികളെ ഒന്ന് ലെവലാക്കും. പിന്നെ രാവിലത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകി കുട്ടികൾക്കുള്ള കുറുക്ക്, നമ്മൾ ഹെൽത്ത് മിക്സ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഹെൽത്ത് മിക്സ് എല്ലാം നന്നായിട്ട് അവൾക്ക് ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് കറക്റ്റായിട്ട് അതേപോലെ തന്നെ ഉണ്ടാക്കി വയ്ക്കും. അതിനുശേഷം വീട് മൊത്തം ഒന്ന് തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കും. പിന്നെ കുളിക്കാൻ സമയമാകുമ്പോഴത്തേക്കും മക്കളെ 3 എണ്ണയൊക്കെ തേപ്പിച്ച് റെഡിയാക്കുന്ന അമ്മയുടെ ജോലിയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും അന്ന് കൂടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് നല്ല പ്രായമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അമ്മയാണ് എണ്ണയൊക്കെ തേച്ച് തരുന്നത്. വെള്ളം ചൂടായി കഴിഞ്ഞാൽ പിന്നെ കുളിപ്പിക്കുന്നത് എൻ്റെ ജോലി. അപ്പം ഓരോരുത്തരെ കുളിപ്പിച്ച് കൊടുക്കും. സത്യ അവരെയൊക്കെ തുടച്ച് വൃത്തിയാക്കി പൗഡറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന കുറുക്കെടുത്ത് കൊടുക്കും. അങ്ങനെ അവർ കുറുക്ക് കുടിച്ച് അപ്പോഴേ കിടന്നുറങ്ങും. പിന്നെ സത്യ അലക്കാൻ പോകും. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പോകും. അപ്പം ഈ ഡെലിവറി സമയത്തൊക്കെ ഒരുപാട് എനിക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എനിക്ക് വീട്ടിൽ ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം എനിക്ക് കൂട്ടായിട്ട് നിന്നിരുന്ന സത്യമായിരുന്നു. സാധാരണ എല്ലാവരും ജോലിക്കാരൊക്കെ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും ജോലി കഴിഞ്ഞു. സത്യ ചിലപ്പം ആ സമയത്ത് എനിക്ക് വീട്ടിൽ സത്യയുടെ ആവശ്യം ഉണ്ടെങ്കിൽ 7 മണിക്കൊക്കെ തിരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ കൂടെ നിൽക്കുക. ഞാൻ പോകാൻ പറഞ്ഞാലും പോകില്ല. ഇല്ല അക്ക, ഇത് കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ജോലിയുടെ ആവശ്യത്തിന് ഹസ്ബൻഡിന് പുറത്ത് എവിടെയെങ്കിലും 2-3 ദിവസമൊക്കെ പോയി സ്റ്റേ ചെയ്യേണ്ടി വരുന്ന സമയത്ത് സത്യ രാവിലെ ജോലിക്ക് വരുമ്പോഴേ കുറച്ച് ദിവസത്തേക്കുള്ള തുണിയൊക്കെ എടുത്ത് ബാഗൊക്കെ ആയിട്ടാണ് വരിക. പിന്നെ എൻ്റെ കൂടെ തന്നെയായിരിക്കും രാത്രിയും പകലും ഉണ്ടാവുക. മക്കളെ ഭയങ്കര ഇഷ്ടമായിരുന്നു സത്യയ്ക്ക്. ഞാനാണെങ്കിൽ ഒന്ന് ദേഷ്യപ്പെട്ട് അവരോട് സംസാരിച്ച പോലും സത്യ എന്നോട് ഒരു അയ്യോ അക്ക അപ്പടി സൊല്ലാതീങ്ക പാവം അക്ക എന്നൊക്കെ പറഞ്ഞ് സത്യ എന്നെ ഒരു വഴക്ക് പറയാൻ സമ്മതിക്കില്ലായിരുന്നു. അത്രയ്ക്ക് നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും മക്കളെ. അത്രയും നല്ലൊരു കുട്ടിയായിരുന്നു സത്യ. സത്യ എൻ്റെ അടുത്ത് നിന്ന് പോയതിന് ശേഷവും പിന്നെയും ജോലിക്ക് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോഴും എൻ്റെ ആരോഗ്യനില ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഒരാളുടെ സഹായം ആവശ്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിന് ശേഷം വന്ന ആൾക്കാരൊന്നും എനിക്ക് സത്യയുടെ അത്രയും ആത്മാർത്ഥതയുള്ളതായിട്ട് തോന്നിയിട്ടില്ല. നമ്മളൊരു അധികം ഒരു ജോലി പറയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി നിൽക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പം അതൊന്നും പറഞ്ഞ പൈസയ്ക്കില്ല, അല്ലെങ്കിൽ അധികം പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു എന്താ പറയുക, ആത്മാർത്ഥതയില്ലാതെ ഒരു പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന പോലെ ആയിപ്പോകും. നോക്കിക്കേ, ഇപ്പം നമ്മൾ സംസാരിച്ച് കേരള തമിഴ്നാട് ബോർഡർ കഴിഞ്ഞു.
കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. അതൊക്കെ പറയാൻ മറന്നു കേട്ടോ. കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാനും ഉണ്ട്, മക്കളും ഉണ്ട്. ഇവർക്കൊരു മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സത്യക്ക് കല്യാണമൊക്കെ ഉറപ്പിച്ചു. അങ്ങനെ സത്യ എൻ്റെ അടുത്ത് നിന്ന് കല്യാണം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. സത്യക്ക് കല്യാണം കഴിക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടുകാരെല്ലാം കൂടി നിർബന്ധിച്ച് കല്യാണപ്രായമായി എന്നൊക്കെ പറഞ്ഞ് നമ്മളും വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പോകാൻ നേരത്ത്. അപ്പം അവർക്കൊരു ചടങ്ങുണ്ട്, ഒരുപാട് പാത്രങ്ങളൊക്കെ കൊടുക്കും കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ. അപ്പോൾ ഞാനത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സത്യം കൂട്ടി ടൗണിൽ പോയി ആ പാത്രമൊക്കെ വാങ്ങിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് അപ്പം ഞാൻ കാറിൻ്റെ ബാക്കിലിരുന്ന് സത്യം അവിടെ നിന്ന് ഇവിടം വരെ കരച്ചിലായിരുന്നു. കല്യാണം കഴിഞ്ഞ് പോകണ്ട, കട കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഞാൻ ചീത്ത പറയായിരുന്നു, നീ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ കരയില്ല, ആൾക്കാരൊക്കെ കണ്ട എന്ത് പറയും, നമ്മളെന്തോ നിന്നെ പറഞ്ഞിട്ടാന്ന് വിചാരിക്കും, നിർത്ത് പറഞ്ഞിട്ട് അതെനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകാണ്ട് നിൽക്കുന്ന ഒരു സീനാണ്. പിന്നെ ഞാൻ സത്യം കാണുന്നത് 1 വർഷം കഴിഞ്ഞിട്ട്. അന്ന് സത്യക്കൊരു മോളുണ്ട്, കയ്യിൽ കുഞ്ഞു വാവയെ പിടിച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് കാണുന്നത്. പെട്ടെന്ന് കണ്ടതല്ലേ, ഓടിച്ചെന്ന് സംസാരിച്ചു. പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നല്ല ആളാണ്, കല്യാണം കഴിച്ചത്, നന്നായിട്ട് നോക്കുന്നുണ്ട്, നല്ല സ്നേഹമുണ്ട്, സത്യനെ ജോലിക്കൊന്നും വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടുകൂടി പറഞ്ഞിടവും ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല കൊടുക്കാൻ. പിന്നെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ എടുത്ത് ഞാൻ സത്യയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് വാങ്ങിച്ചില്ല. വേണ്ടക്ക വെച്ചോ, എനിക്ക് വേണ്ട, ഇപ്പോൾ ആവശ്യമില്ല എന്ന്. എന്നാലും ഞാനത് ബലമായിട്ട് കൊടുത്തിട്ട് പിന്നെയും കാണാം എന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ ഞാൻ സത്യയെ കണ്ടിട്ടേയില്ല. ഇടയ്ക്കിടയ്ക്ക് സത്യ ഗ്രാമത്തിൽ വന്നിട്ട് പോകാറുണ്ട് എന്ന് അറിയാറുണ്ട്. അവിടുന്ന് ജോലിക്ക് വരുന്നവരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, സത്യയെ കാണാറുണ്ടോ, എന്തിൻ്റെ വിശേഷം. സത്യയ്ക്ക് 2ാമതൊരു മോനുണ്ടായതും അതൊക്കെ അറിയാറുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും അവരവരുടേതായ ജീവിതത്തിൻ്റെതായ തിരക്കുകളുണ്ടല്ലോ, അതിലേക്കൊക്കെ പോയി, സത്യയുടെ കോണ്ടാക്റ്റൊക്കെ പോയി. പിന്നെ കൊറോണ വന്നു. കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും മക്കളും മാത്രം നാട്ടിലേക്ക് ഷിഫ്റ്റായി. ഹസ്ബൻഡ് അവിടെ തന്നെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്തു. പിന്നെ കുറേ വർഷങ്ങളൊക്കെ പോയി കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 11 വർഷമായി. ഇപ്പം എന്തുകൊണ്ടാണ് സത്യയെ കാണാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. അതിന് മുന്നേ സത്യയെ കാണണ്ടേ. പഴയ കുറച്ച് ഫോട്ടോസ് എൻ്റെ അടുത്തുണ്ട്. ഇത് ഞാനും അമ്മയും സത്യയും മക്കളും. ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ. ഇത് സത്യയും എൻ്റെ ഏറ്റവും ഇളയ മോളും. ഈ മോളായിട്ടാണ് സത്യയ്ക്ക് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നത്, ഏറ്റവും ഇളയാൾ കൊച്ചു. ഇത് സത്യ നാട്ടിൽ വന്ന സമയത്ത് സത്യ കടൽ കാണിക്കാൻ കൊണ്ടുപോയതാണ്. മുഴപ്പിലങ്ങാട് ബീച്ചിൽ വെച്ചിട്ട് ഞാനും പപ്പയും അമ്മയും. സത്യ ഇതുവരെ കടൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സത്യയും കൂട്ടിയിട്ട് കടൽ കാണാൻ പോയ ഫോട്ടോ ആയിരുന്നു. അപ്പം നമ്മൾ സത്യയെ എന്തുകൊണ്ട് ഇപ്പോൾ കാണാൻ പോകുന്നു എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. അത് ഞാൻ പറയാം കേട്ടോ. അതിന് മുന്നേ ഇപ്പം നമ്മൾ എട്ടിമട എത്താറായി. ഹസ്ബൻഡ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും റെയിൽവേ സ്റ്റേഷനിൽ. അപ്പം നമുക്കിവിടെ ഇറങ്ങിയിട്ട് നേരെ കോളേജിലേക്ക് പോകാം. ക്യാമ്പസിൽ പോയിട്ട് ഫ്രഷ് ആകണം. അതിനുശേഷം സത്യയുടെ ഊരിലേക്കൊന്ന് പോകണമെന്നുണ്ട്. കോണ്ടാക്റ്റ് സത്യ എവിടെയാണുള്ളത്, എന്താണ് അഡ്രസ്സോ ഫോൺ നമ്പറോ എന്തെങ്കിലും കിട്ടുമെങ്കിലും ഒന്ന് വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് പറ്റുമെങ്കിൽ നാളെ തന്നെ സത്യനെ ഒന്ന് പോയി കാണണം എന്നൊരാഗ്രഹമുണ്ട്. മക്കൾക്ക് സ്കൂളിൽ വെക്കേഷനാണ്, ഇപ്പം ക്രിസ്മസ് വെക്കേഷനാണ്. പക്ഷേ അവർക്ക് ലീവില്ല, വേറെ കുറേ ക്ലാസ്സൊക്കെ നടക്കുന്നത് കൊണ്ട് ലീവില്ല. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് 2 ദിവസം പെട്ടെന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ പുറപ്പെട്ടതാണ്. അപ്പം ഇവിടെ എട്ടിമട റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്നത് ലോക്കൽ ട്രെയിൻ മാത്രമേ നിർത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് രാവിലെ 6:20 ലോക്കൽ ട്രെയിനിന് കയറിയിട്ട് എട്ടിമട റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവരുടെ അച്ഛൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞതുപോലെ നമുക്ക് വീട്ടിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് സത്യയുടെ ഊരിലേക്ക് പോകാം. മക്കൾ അവരുടെ അച്ഛനെ കണ്ട സന്തോഷത്തിൽ ഓടുന്ന ഓട്ടമാണ് കേട്ടോ കാണുന്നത്. പിന്നെ എട്ടിമട എന്ന് പറഞ്ഞാൽ ഇവരുടെ നൊസ്റ്റാൾജിയാണല്ലോ. ഇവർ ജനിച്ച് വളർന്നത് മൊത്തം ഇവിടെയാണ്. ഇപ്പോൾ ഒരു കുറച്ച് നാളല്ലേ ആയുള്ളൂ നാട്ടിലേക്ക് പോയിട്ട്. ഹൈസ്കൂളൊക്കെ ആയതുകൊണ്ട് ഇപ്പം അങ്ങനെ എപ്പോഴും വരാറില്ല. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ലീവ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ വരുന്നതാണ്. ഇപ്പോൾ കുറച്ചൊരു ലോങ് ലീവ് കിട്ടാണ്ട് വരാറില്ല അങ്ങനെ. ഇത് നമ്മുടെ എട്ടിമട റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ കുറച്ച് ഓട്ടോയും അങ്ങനെ ചെറിയൊരു ഗ്രാമം, 1-2 ചായക്കടയൊക്കെ ആയിട്ടുള്ള കോളേജ് സ്റ്റുഡൻസാണ് മെയിനായിട്ടും ഇവിടെ വന്നും പോയിരിക്കുന്നത്. ചെറിയൊരു ജംഗ്ഷൻ. ഇവിടെ വരെയും ബസ് വരുന്നുണ്ട് കേട്ടോ, സിറ്റി ബസ്. പിന്നെ ഞാൻ നേരത്തെ പറയാനിടയ്ക്ക് നിർത്തിയ ഒരു സംഭവമില്ലേ, സത്യ എന്തുകൊണ്ട് ഇപ്പോൾ കാണാൻ പോകുന്നു. ക്യാമ്പസിൽ നിന്ന് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോയെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഇപ്പോഴും കോളേജിൽ തന്നെയുണ്ട്. അവരുമായിട്ടൊക്കെ ഡെയിലി കോണ്ടാക്ട്സും ഉണ്ട്. അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു, സത്യയുടെ അമ്മ നിന്നെ കാണണം എന്ന് പറഞ്ഞു, സത്യ നിന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. സത്യയുടെ അമ്മ പേരെനിക്കറിയില്ല കേട്ടോ. നമ്മുടെ കോളേജിൽ ക്യാമ്പസിൽ ജോലിക്ക് വരുന്നുണ്ട്. അവരുടെ അമ്മ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞതാണ്. സത്യയുടെ അമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ക്യാമ്പസിൽ ജോലിക്ക് പോകുമ്പം അക്കയെ പോയി കാണണം, എനിക്കൊന്ന് കാണണം എന്ന് പറയണം. പിന്നെ അക്കയുടെയും മക്കളുടെയൊക്കെ പഴയ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ കളയരുത്, അതൊക്കെ എടുത്ത് വെക്കണം.
ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞാൽ മതി, അക്ക എനിക്ക് തരും എന്നൊക്കെ സത്യ പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അന്നേരം തൊട്ടേ എനിക്കൊന്ന് സത്യനെ കാണണം, എവിടെയോ ഉള്ളതെന്ന് അറിയില്ല, ഏത് നാട്ടിലാണ് ഉള്ളതെന്നൊന്നും അറിയില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷന്, കുട്ടികളുടെ ക്ലാസ്സുകളും ഒക്കെ വിട്ടിട്ട് വരാനും പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഇങ്ങനെ വെക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്മസ് വെക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ലീവ് വന്ന സമയത്ത് 2 ദിവസത്തെ ലീവ് ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് കിട്ടിയപ്പം ഓടി വന്നതാണ്. അപ്പോൾ എനിക്ക് നല്ല പനിയുള്ള സമയത്തായിരുന്നു ഈ ഒരു യാത്ര കൂടി. ഒരു സൗണ്ടൊക്കെ മാറി ഒരു മാതിരി ഇരുന്ന സമയത്താണ്. എന്നാലും ഇപ്പോൾ വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്ക് വെക്കേഷനേ വരാൻ പറ്റുള്ളൂ, അതായത് മാർച്ചിലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒട്ടും വയ്യാഞ്ഞിട്ട് കൂടിയിട്ട് ഓടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പോയി സത്യയുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് നാളെ രാവിലെ നമുക്കൊന്ന് സത്യനെ കാണാൻ പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ എട്ടിമട അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് കയറി. അമൃത വിശ്വവിദ്യാപീഠം, അമൃത ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ ഹെഡ് ഓഫീസ് ഇവിടെയാണ്. പിന്നെ ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാമ്പസിനെ പറ്റിയിട്ടല്ല, ഈ ഒരു എട്ടിമട ഗ്രാമത്തിനെ പറ്റിയിട്ട് 1-2 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ. ഷോർട്ട് വീഡിയോസ്, ഇത്രയും ഇതുപോലത്തെ വലിയ ലോങ് വീഡിയോസ് ഒന്നുമല്ല. ഇതെനിക്ക് ഷോർട്ടാക്കാൻ പറ്റുന്നില്ല, മാക്സിമം എന്തൊക്കെ നോക്കിയിട്ടും ഈ ഇത്രയും ലെങ്ത്തിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്കിത് 2 പാർട്ടായിട്ട് ഇടാനും പറ്റുന്നില്ല. 2 പാർട്ടായിട്ട് ഇട്ടാൽ ഈ ഒരു സ്റ്റോറി അങ്ങ് ബ്രേക്കായി പോകും. അതുകൊണ്ടാണ് ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നത് കേട്ടോ. പിന്നെ ഇതിനു മുന്നേ നമ്മുടെ എട്ടിമട ഗ്രാമത്തെ പറ്റി പോരുന്നോ എൻ്റെ നാട് കാണാനെന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ട ഒരു വീഡിയോ ആണ്. ജസ്റ്റ് ഒരു ബൈക്കിലുള്ള ഒരു റൈഡ്, ഒരു ട്രാവൽ, അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സിമ്പിൾ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കമൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഗ്രാമത്തെ പറ്റിയിട്ടുള്ള വീഡിയോസ് എന്നൊക്കെ വിചാരിച്ചു. മെയിൻ ഗേറ്റിൽ നിന്ന് വീണ്ടും ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക്. അത്രയും വലിയൊരു ക്യാമ്പസ് ആട്ടോ ഇത്. അപ്പോൾ ഈ ബ്ലൂ പെയിൻ്റ് അടിച്ചിട്ട് കാണുന്നതാണ് അമൃത യൂണിവേഴ്സിറ്റി ക്വാർട്ടേഴ്സ് അപ്പാർട്ട്മെൻറ്റ്, സ്റ്റാഫ് അപ്പാർട്ട്മെൻറ്റാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, നമ്മളൊക്കെ നാട്ടിലേക്ക് ഷിഫ്റ്റായി. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ കൊണ്ടുവച്ച് ഫ്രഷായി അപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങി സത്യയുടെ ഊരിലേക്ക് പോവാണ്. അപ്പം പിന്നെ അവിടെ നിന്നിട്ട് ലേറ്റായി റെസ്റ്റൊക്കെ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത് പനിയാണ്, അപ്പോൾ പിന്നെ നല്ല ടയർഡായിട്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ഇപ്പം തന്നെ പുറപ്പെട്ടതാണ്. മക്കളെയൊന്നും കൂട്ടിയിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഹസ്ബൻഡും കൂടി ബൈക്കിലാണ് സത്യയുടെ ഗ്രാമത്തിലേക്ക് പോകുന്നത്. എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല, കാരണം അതൊരു ഊരാണ്. പുറത്തുനിന്നുള്ള ആൾക്കാർ വളരെ അപൂർവമായിട്ടേ അതിനുള്ളിലേക്ക് ചെല്ലാറുള്ളൂ. അപ്പോൾ പുറത്തുനിന്ന് നമ്മളൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ നോക്കും, ഇതാരെ കാണാൻ വന്നതാ എന്നൊക്കെ ഒരു സംശയത്തോടു കൂടി നോക്കും. നല്ല രസമാട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ അടുത്തടുത്ത് വീടുകളായിട്ട് കാണാൻ നല്ല രസമാണ്. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് സത്യയുടെ കൂടെ. സത്യയുടെ വീട്ടിലേക്ക് ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, അന്ന് ജോലി ചെയ്തിരുന്ന സമയത്ത്. പിന്നെ നമുക്കങ്ങനെ ആവശ്യം വന്നിട്ടില്ലല്ലോ, അതിനുശേഷം പോയിട്ടില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ഒന്നും കൂടി ആ ഊരിലേക്ക് പോകാൻ ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ നമുക്ക് അകത്തേക്ക് പോകാൻ എളുപ്പമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് കയറി ചെല്ലുമ്പോൾ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കും, എന്താ ആരെ കാണാമെന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കിലുണ്ടാവും ഒരു കൂട്ടം ആൾക്കാർ. അപ്പോൾ അതിലും നല്ലത് ആരെങ്കിലും ഒരാളെ നമുക്ക് പരിചയമുള്ള. ഒരുപാട് പേര് കോളേജിൽ വരുന്നുണ്ടല്ലോ ജോലിക്ക്, എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ നമുക്കൊരു ഹെൽപ്ഫുള്ളായിരുന്നു ഉള്ളിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട്. നോക്കാം. ഈ വലതുവശത്ത് കാണുന്നതിൻ്റെ ഉള്ളിലാണ് ഊര് വരുന്നത്, ഇവിടുന്ന് സ്റ്റാർട്ടാവും ഊര്. അപ്പം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ സരസ്വതിയൊക്കെ ഇവിടുന്ന് വെള്ളം പിടിക്കുന്നുണ്ട്. സരസ്വതിയൊക്കെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ലാസ്റ്റായിട്ട് ജോലി ചെയ്തിട്ട് പോയത്. ഒക്കെ ഇവിടുന്ന് വെള്ളം പിടിക്കുന്നുണ്ട്. അപ്പോൾ അക്കനെ ഇപ്പം വിളിച്ച് ഒക്കെ കണ്ടു നമ്മൾ. எப்படி இருக்கீங்க? ஆமா, நான் வந்துட்டு சத்யா அம்மாவை ஒரு டைம் பார்க்கலாம்னு நினச்சிட்டு வந்தேன். இருக்காங்களா? சத்யாவோட அம்மா இருக்குல்ல? ஆமா, அவங்க வீட்டுக்கார இறந்துருச்சு. எப்போ? ரொம்ப நாளாச்சா? ஒரு வருஷம் 6 மாசம் ஆச்சு. அவ்வளோ நீங்க உங்க கூட குடமா? ஆமாங்க, என்னோட குழந்தை தண்ணியெல்லாம் குடிக்கிறது. அப்படியா? இதெல்லாம் உங்களோட தான்? அதெல்லாம் இல்லை, இந்த ஒரு குழந்தை தான். அது ஃபுல்லாகட்டும், அதுக்கப்புறம் போகலாம். சத்யா அவங்க அம்மா வீட்டில் தான் இருக்கு. அப்போ எப்போ வந்தீங்க, என்னாச்சு? நான் வந்துட்டு இப்போ வெக்கேஷனாக இருக்குல்ல, அப்போ கிறிஸ்மஸுக்கு அங்கே வெக்கேஷனுக்கு 10 நாள் ஸ்கூல் லீவு, அதனால தான் வந்தேன். பாப்பாங்களாம் பெருசாயிட்டாங்களா? 9ஆம் ക്ലാസ് പഠിக்கிறேன். എൻ്റെ ഒച്ച കേട്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, നല്ല പനിയായ കാരണം ഒച്ച മൊത്തം മാറിയിരിക്കുക, സൗണ്ട് മൊത്തത്തിലേ മാറി. അതേപോലെ തന്നെ എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട് എൻ്റെ ഒച്ച കേട്ടിട്ട്. ശരി, കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം സരസ്വതിയൊക്കെ കണ്ടാറും നമ്മൾ രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് ഉള്ളിലേക്ക് പോകാം.
ഒക്കെ വെള്ളം എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പം ഇവർക്ക് ഈ ഊരിൽ നല്ല വെള്ളം വരുന്നത് പുറത്ത് റോഡ് സൈഡിലൊരു പൈപ്പ്, 2 പൈപ്പുണ്ട്, അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണമുണ്ട്. പിന്നെ അല്ലാതെ ഉപ്പ് തണ്ണി എന്ന് പറയും, അതായത് സാധാരണ നോർമലായിട്ട് വരുന്ന വെള്ളം അതെല്ലാ പ്രാവശ്യവും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ പൈപ്പുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരോ വീടുകളാണ് കേട്ടോ. ഈ ഊരിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു 100-ന് മേലെ വീടുകളുണ്ട്, ചെറിയ 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 വീടുകൾ. ഇപ്പം പുറത്തൊന്നും ആരെയും കാണുന്നില്ല. ഇപ്പം നമ്മൾ വന്ന ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണ് വന്നിരിക്കുന്നത്. സന്ധ്യ കഴിഞ്ഞ സമയത്തൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെയും പുറത്തുണ്ടാവും. ரேஷன் அரிசிங்களா? நல்லா இருக்காங்க. அக்கா வர்ற கரிசுதேக்கா. ഈ ചേച്ചി നേരത്തെ കോളേജിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ചേച്ചി ഇപ്പം എന്തോ സുഖമില്ലാത്ത കാരണം വരുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അറിയാൻ തോന്നുന്നു, അവർ പരിചയക്കാർ, അവർ സംസാരിക്കട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി ഊരൊന്നും കൂടി കാണാം. വിറക്, വെള്ളം പിടിക്കുന്ന പാത്രങ്ങൾ, അലക്ക് കല്ല്, ഇതൊക്കെ ഫ്രണ്ടിൽ ഈ നടക്കുന്ന ഒരു സ്ഥലത്തിന് 2 സൈഡിലായിട്ടാണ് ഉള്ളത്. இதான் உங்க வீடு? இந்த பச்சை கலரா? ஓ இதுதான் இதாங்களா? கூப்பிடல? பார்க்க ரொம்ப அழகா இருக்கு. எங்களோட பேரு வராங்க. ஆமா, ரொம்ப அழகா இருக்காங்க. പയ്യനെ അവിടെ വർക്ക് ചെയ്യുന്നു പറഞ്ഞേ. ഇപ്പൊ അങ്ങ് പോയ ഇതല്ലേ സത്യന്റെ വീട്? தானே? சத்தியம் அம்மா தான் இருக்கு. அவர் ரொம்ப ഇതാട്ടോ ഈ ഓടി വരുന്ന കേട്ടോ സത്യയുടെ അമ്മ. ஏன் இப்போ வரவே இல்லை எங்கள் உள்ள? உங்களை பார்க்கறதுக்காக தான் வந்தேன். சத்யா வந்துட்டு இருக்காங்களா? நம்பர் இருக்காங்களா? ஃபோன் நம்பரு? இது சத்யா வீடா? யாரு இது? சத்யா பொண்ணா? நம்பர் கொடுங்க, நான் கூப்பிடுறேன். இல்லை, எனக்கு நம்பர் போதும். நம்பர் எடுத்து இதில் நீங்கள் தான் எடுத்துக்கணும். ஐயோ, இந்த பொண்ணு எத்தனை வயசு இருக்கு? பொண்ணுக்கு 12 வருஷம். ഹലോ. അങ്ങനെ സത്യയുടെ മോളോട് സംസാരിച്ചു, എവിടെയാ സ്ഥലം എന്നൊക്കെ ചോദിച്ചു. പിന്നെ സത്യ വീട്ടിലുണ്ടായിരുന്നില്ല, തോട്ടത്തിൽ പണിക്ക് പോയിന്നാണ് പറഞ്ഞു. നമ്മുടെ ഈ ചെറിയ ഉള്ളില്ലേ, കുഞ്ഞുള്ളി, അതിൻ്റെ തോട്ടമുണ്ട് അവിടേക്ക്. അവിടെ കാട്ടുവേലയ്ക്ക് പോയിന്നാണ് പറഞ്ഞു. കാട്ടുവേല എന്ന് പറയുന്നത് കാട് പറിക്കുന്നില്ല, കള പറിക്കുന്ന ജോലിക്കാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇപ്പം നേരെ വീട്ടിലേക്ക് പോവാം, റെസ്റ്റ് എടുക്കാം. നാളെ രാവിലെ സത്യയുടെ ഊരിലേക്ക് പോവാം. അതിനു മുന്നേ ഈ ഊരിൽ നമുക്ക് പുറത്ത് കിടക്കണം. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. നാളെ രാവിലത്തേക്ക് 2 പാക്കറ്റ് ദോശമാവൊക്കെ വാങ്ങിച്ചിട്ട് ചേട്ടൻ വരുന്നുണ്ട്. ഫ്രഷ് ആയിട്ട് ആ വീട്ടിൽ അവർ അരച്ചിട്ട് എന്നും വൈകുന്നേരം കൊടുക്കുന്ന മാവാട്ടോ അത്. രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ എല്ലാവരും എഴുന്നേറ്റ് റെഡിയായൊക്കെ വന്നപ്പോഴത്തേക്കും 10:30 സമയം. ഇന്നത്തെ ദിവസത്തിന്, നമ്മൾ ഈ പോകുന്ന ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പോൾ എന്തെങ്കിലും സത്യയ്ക്ക് സ്പെഷ്യലായിട്ട് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണ്ടേ. ക്രിസ്മസ് ആകുമ്പോൾ ഒരു കേക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പോകുന്ന വഴിക്ക് നമ്മളൊരു ബേക്കറി കയറി ഒരു കേക്കൊക്കെ വാങ്ങിച്ചു, നട്ടി ബബ്ലി കേക്ക്. അപ്പോൾ അയാളടുത്ത് ഞാൻ പറഞ്ഞു അതിൽ മെരി ക്രിസ്മസ് എന്ന് എഴുതി തരാൻ പറഞ്ഞു.
അയാളപ്പോൾ അതിൽ ഇതേപോലെ സാധനം എടുത്ത് കുത്തി വെച്ചിട്ട് പറഞ്ഞു മെരി ക്രിസ്മസ് ആയി. എന്താ ചെയ്യുക, കുട്ടികളുടെ ടേസ്റ്റൊന്നും അറിയില്ല. എന്നാലും നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഈ ബസ് കണ്ടോ, കോയമ്പത്തൂർ സിറ്റി ബസ്സായത്. ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും പിങ്ക് കളർ അടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ബസ്സിൽ ലേഡീസിന് ടിക്കറ്റ് ഫ്രീ ആണ്. എത്രയോ കിലോമീറ്റർ ദൂരമാണ് ഇങ്ങനെ ഓടും അത്. അപ്പം നമ്മളിൽ കയറുമ്പം കണ്ടക്ടർ ടിക്കറ്റ് കൊണ്ടുതരും കയ്യിൽ, പക്ഷെ നമ്മൾ പൈസയൊന്നും കൊടുക്കണ്ട, ഫുൾ ഫ്രീ അങ്ങനത്തെ ബസ്സിൽ. ആരോ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ ഇപ്പോഴും ബസ്സിൽ ലേഡീസിന് ഫ്രീ ആണോ. ലേഡീസിന് ഈ പിങ്ക് അടിച്ച ബസ്സിൽ ഫ്രീ ആണ്. ബാക്കി ബസ്സിൽ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ കയറേണ്ടത്. ഈ റോഡ് നേരെ പോവുകയാണെങ്കിൽ കോയമ്പത്തൂർ ടൗണിലേക്ക് എത്തും. നമ്മളിവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് പേരൂർ റോഡിൽ പോയിട്ട് അവിടുന്ന് ഈഷ റോഡിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു മഞ്ഞ ബോർഡ് കണ്ടോ, അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് കറക്റ്റ് 97 കിലോമീറ്ററേ ഉള്ളൂ ഊട്ടിക്ക്. 97 കിലോമീറ്ററേ ഉള്ളെങ്കിലും ഒരുപാട് സമയമെടുക്കും. കാരണം റോഡ് അങ്ങനെയാണ്, ചുരമാണ്, ഇങ്ങനെ വളഞ്ഞ് ഇടുങ്ങിയ റോഡൊക്കെ, അപ്പം സമയം കൂടുതലെടുക്കും. ഈ റോഡ് റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു വലിയ അമ്പലമുണ്ട്, പേരൂർ അമ്പലം. ഭയങ്കര ചരിത്ര പ്രാധാന്യമുള്ള വലിയ അമ്പലം, കരിങ്കല്ലാണ് മൊത്തം. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വീഡിയോയിൽ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെയും നേരെ പോവുകയാണെങ്കിൽ റൈറ്റിൽ കോയമ്പത്തൂർ ടൗണിലേക്ക് എത്തും. ലെഫ്റ്റിൽ പോവുകയാണെങ്കിൽ ഈഷ യോഗ കുറേ പേർക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഈ റോഡിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെയാണ് സത്യയുടെ ഊരുള്ളത്. വഴിയും ലാൻഡ്മാർക്കുമല്ലോ നേരത്തെ ഫോണിൽ വിളിച്ച് സത്യയുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി വഴി ചോദിച്ചാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ റൈറ്റിലേക്ക് കട്ട് ചെയ്യുകയാണ്. ഈ റോഡ് നേരെ ചെല്ലുന്നത് സത്യയുടെ ഊരിലേക്ക്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമപ്രദേശം ഇത്. നമ്മൾ വന്ന സമയത്ത് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഇവിടുന്ന് അങ്ങോട്ടേ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. നമ്മൾ എത്തുന്ന സമയമൊന്നും കറക്റ്റ് വിളിച്ച് പറയണ്ട, നമുക്ക് പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ പുറപ്പെട്ടത്. പക്ഷെ നമ്മളിങ്ങനെ വഴിയൊക്കെ ചോദിച്ച് പോകുന്ന സമയത്ത് അവർ വിളിച്ച് പറഞ്ഞിട്ടാണോ എന്താണെന്നറിയത്തില്ല, സത്യക്ക് നേരത്തെ വിവരം കിട്ടി. അപ്പം നമ്മളവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ദേ പുള്ളി ഓടിക്കതച്ച് വരുന്നുണ്ട്. அங்க இருந்து தண்ணி வாங்கலாம்னு நினைச்சு நின்னேன். எங்கீங்க? சரி இங்க இன்னொரு பாப்பா
பாப்பா நல்லா இருக்கீங்களா கொச்சு அடிக்ட் ஆயிட்டாங்க. எப்படி இருக்காங்க? நல்லா இருக்காங்கக்கா. அப்படியே இருக்கு. எல்லாம் வித்தியாசம் கொஞ்சம் தெரியுது. யார் யாருன்னு தெரிஞ்சிருச்சா? தெரிஞ்சு கொச்சு பாப்பாங்க. இது இங்கி தும்பு பாப்பா. ஞாபகம் இருக்கு. அவங்க நல்லா குண்டா இருக்காங்க முதல்ல. யாருங்க? ஆமாங்கக்கா. സത്യയുടെ ഹസ്ബൻഡാണ് ഈ കല്ലിലിരിക്കുന്നത്. അപ്പം ആൾക്ക് കുറേ നാളായിട്ട് സുഖമില്ലാതെ പണിക്കൊന്നും പോകുന്നില്ല, കിടപ്പിലായിരുന്നു എന്നൊക്കെ അന്ന് സത്യയുടെ ഊരിൽ പോയപ്പം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വഴിയുന്നതേ സത്യയുടെ മോനെയും കിട്ടിയിട്ടുണ്ട്. അവനെയും കൂട്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാം. ഇതാണ് സത്യയുടെ ഊര്, ഇതാണ് സത്യയുടെ വീട്. മക്കളെ മൂന്നാളെയും ചെരുപ്പ് ഊരാൻ സത്യം സമ്മതിക്കുന്നതേ ഇല്ല. അവർ ചെരുപ്പിട്ടന്നെ അകത്ത് കയറ്റാൻ നിർബന്ധിച്ച് ചെരുപ്പിട്ട് അകത്ത് കയറ്റിയിട്ടുണ്ട്. போதும்ல படுக்கிறதுக்கு ஒரு இடம் இருக்குல்ல. அது போதும் சந்தோஷம். உட்காருங்கக்கா. ஓ பாப்பா. கபிலேஷ் உங்க பேர் ஹரிஹர் சுதா. உங்க பேரு ஸ்ரீனிவாஸ். அனு கார்த்திக் இல்ல அனுஷ் கார்த்திக். அனுஷ் கார்த்திக் எந்த கிளாஸ் படிக்கிறாங்க? செகண்ட் செகண்ட். என் பேர் என்ன? கபிலேஷ் கபிலேஷ். ஹரிஹர் சுதா. ஹரிஹர் சுதர். பெரிய பேர் தான் எல்லாருமே. ஆமாக்கா. பொண்ணு பேர் என்ன? பாப்பா பேரு ஹேமா விஸ்ருதா. ஹேமா விஸ்ருதா. ஹேமா விஸ்ருதா. சத்யா பேர் நல்லா இருக்குல்ல. நல்லா இருக்குங்களா? உட்காருங்க. அங்க பெரிய பேர். സത്യയുടെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നാലും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. സത്യ കാട്ടുവേലയ്ക്ക് പോകുന്നുണ്ട്, തോട്ടത്തിൽ കള പറിക്കാൻ പോകുന്നുണ്ട്. ദിവസം 350 രൂപ കൂലി കിട്ടും. എല്ലാ ദിവസവും പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഹസ്ബൻഡ് ഇപ്പോൾ കുറേ നാളായി ജോലിക്ക് പോകാറില്ല. മക്കൾ, മൂത്ത മോള് 6ൽ പഠിക്കുന്നു, രണ്ടാമത്തെ മോൻ ശ്രീനിവാസൻ, മോൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാതെ തന്നെ മനസ്സിലാവുമല്ലോ. ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് നിർബന്ധിക്കും. അപ്പോൾ ഗ്യാസ് തീർന്നു പോയി എന്ന് പറഞ്ഞ് അവിടെ ഒരു അടുപ്പ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, വിറകൊന്നും ഞാൻ കണ്ടില്ല. അപ്പം അടുത്ത വീട്ടിൽ പോയിട്ടാണ് സത്യ ചായ വെച്ച് തരാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞങ്ങൾ സത്യയുടെ മോളാട്ട് പുറകിൽ പോകുന്നത്. അപ്പം ഞാനും സത്യയും കൂടിയിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ, കസിൻ ബ്രദറിൻ്റെ വീടാണെന്ന് പറഞ്ഞ ഡിസ്റ്റൻറ്റ് റിലേഷന്, അപ്പോൾ അവിടെ പോയിട്ട് ചായ വയ്ക്കാൻ പോകട്ടോ. പിന്നെ സത്യനെ കണ്ട് കാറിൽ നമ്മൾ വഴിയിൽ നിന്ന് കയറ്റി വീട്ടിലേക്ക് വരുന്ന വഴിക്ക് തന്നെ ഒരു വലിയ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. കുറേ സങ്കടമൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം അത്ര ഒരു അടുപ്പമുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടവരെയും പ്രിയപ്പെട്ടവരെയും കാണുമ്പോൾ സങ്കടങ്ങൾ വരുമല്ലോ. അതായിരിക്കും. നമ്മൾ കുറേ പറ്റുന്ന പോലെയൊക്കെ സമാധാനിപ്പിച്ചു. എല്ലാം ഒന്നും വീഡിയോയിൽ ഇടാൻ പറ്റില്ല, നമുക്ക് ഓരോരുത്തർക്കും പ്രൈവസി ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. வாங்க 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 பரவாயில்ல வா. ஓகே സത്യം നേരത്തെ ഒത്തിരി വണ്ണം ഉണ്ടായിരുന്നു. അപ്പം ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. ഹസ്ബൻഡൊക്കെ കിടപ്പായതിന് ശേഷമാണ് ഇങ്ങനെ മെലിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് പരാതി പറയുക. അപ്പം ഞാൻ പറയും, ഇവിടെ ബാക്കിയുള്ളവർ വണ്ണം കുറച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുമ്പം ഇതന്നെ കൂടുതലാണ്, കുറച്ചും കൂടി കുറച്ചോളം പറയാൻ. അപ്പോൾ പറയും, ഇതന്നെ ഞാൻ ഒരുപാട് ക്ഷീണിച്ചിട്ടേ ഉള്ളത്, പക്ഷേ ഇനി എനിക്ക് മെലിയാൻ പറ്റൂല, എനിക്ക് വണ്ണം ഉള്ളതാണ് ഇഷ്ടം എന്നാണ് സത്യം പറയുന്നത്. നമ്മളങ്ങനെ ചായയൊക്കെ ഇട്ട് ആഘോഷമായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യയുടെ മോൾ അതിൻ്റെ ഇടയ്ക്ക് കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് എന്തോ സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ട്, ചിപ്സോ അങ്ങനത്തെ എന്തോ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. വീട്ടിലെത്തിയതിന് ശേഷമാണ് അതിലും വലിയ കോമഡി. ഈ ഒരു ബ്ലൂ കളർ ബാരൽ കണ്ടോ, അതിനകത്ത് നിറച്ച് സ്റ്റീൽ പാത്രം നിറച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ പറയാം, പണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്ത പാത്രങ്ങളടക്കം അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് പറഞ്ഞ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്താ അറിയോ, ചായ കുടിക്കാനുള്ള ഗ്ലാസ്. ഇവർ സ്ഥിരം ചായ കുടിക്കുന്ന ഗ്ലാസ് പുറത്തുണ്ട്. അതല്ലാണ്ട് നമുക്ക് സ്പെഷ്യലായിട്ട് എടുക്കാത്ത സ്റ്റീൽ ഗ്ലാസ് അതിൻ്റെ അകത്ത് തപ്പിയെടുത്ത് കൊണ്ടുവന്ന് ഇത് കഴുകി ചായ ഒഴിച്ചുകൊണ്ടിരിക്കുക. പാല് വേണോ കാപ്പി വേണോ? പണ്ട് മക്കളെ നോക്കിയിരുന്ന അതേ ശ്രദ്ധയിൽ അതേ കെയറിങ്ങിലുള്ള സത്യയുടെ പെരുമാറ്റം കണ്ടിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അവർക്ക് കാപ്പി കൊടുത്തു. സാധാരണ കാപ്പി മക്കൾ കഴിക്കാറില്ല, അവർ എപ്പോൾ കൊടുത്താലും വേണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ സത്യ കൊടുത്തപ്പോൾ ഭയങ്കര കാര്യമായിട്ട് വാങ്ങിച്ചു കുടിച്ചു. അപ്പോൾ ചൂട് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത് തണുപ്പിച്ച് ഓരോരുത്തർക്കും സ്പെഷ്യലായിട്ട് കൊണ്ട് കൊടുക്കുന്ന കണ്ടപ്പം ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓർക്കുമായിരുന്നു. ചെറുപ്പത്തിലൊക്കെ ഒരിത്തിരി എരിവ് അല്ലെങ്കിൽ ഒരിത്തിരി ചൂടൊക്കെ കൂടിയ ഞാൻ സാധാരണ
കുടിച്ചോന്നും പറഞ്ഞിട്ട് അവരെ കൊണ്ട് അത് ശീലിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ സത്യം സമ്മതിക്കില്ലായിരുന്നു. സത്യം ഒരക്ക പാവം എന്നും പറഞ്ഞിട്ട് അവരുടെ ഇഷ്ടത്തിന് സത്യം നിൽക്കുമായിരുന്നു. ഇപ്പോഴും അതുതന്നെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചുവിൻ്റെ ചെറുപ്പത്തിലെ മുടി കണ്ടോ, കോലൻ സിൽക്കി മുടി. ആ മുടി എങ്ങനെ ഇങ്ങനെയായെന്നാണ് സത്യയുടെ അതിശയം. ഞാനെന്തോ സ്പെഷ്യലായിട്ട് എണ്ണ തേച്ചിട്ട് ചുരുട്ടിയെടുത്തതെന്നാണ് സത്യം അറിയുന്നു. ഞാൻ എത്ര പറഞ്ഞിട്ടും സത്യം വിശ്വസിക്കുന്നില്ല. എനിക്കും ഇതുവരെ പിടികിട്ടാത്തൊരു കാര്യമാണ് ഇതെങ്ങനെ ഈ മുടി ഇങ്ങനെയായിരുന്നു. അങ്ങനെ സത്യം ഒരുപാട് നിർബന്ധിച്ച് സാരിയൊക്കെ ഉടുപ്പിച്ച് നമ്മളിത് ടൗണിലേക്ക് ഒന്ന് പോവാം. അടുക്കളയിൽ ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും കണ്ടില്ല. അവിടെ ഭക്ഷണമൊക്കെ വയ്ക്കാറുണ്ട്, എല്ലാം ഉണ്ട് എന്നൊക്കെ സത്യം പറയുമ്പോഴും, പക്ഷേ ഞാനൊന്നും അവിടെ കണ്ടില്ല അങ്ങനെ കാര്യമായിട്ട്. അതുകൊണ്ടാണ് സത്യം കൂട്ടി പുറത്തിറങ്ങിയത്. പക്ഷേ കടയിൽ വന്നിട്ടും സത്യം അതേ സ്റ്റാൻഡിൽ നിൽക്കുക, എനിക്കൊന്നും വേണ്ട, എനിക്ക് കുറച്ച് മതി, ഇത്തിരി മതി, അത് മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ റേഷൻ കട വഴി ഒരുപാട് കാര്യങ്ങളിവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പച്ചരിയും പുഴുങ്ങലരിയും ഉഴുന്ന് പരിപ്പ്, സാമ്പാർ പരിപ്പ്, പാം ഓയിൽ, പിന്നെ ആട്ടപ്പൊടി, അങ്ങനെ കുറേ ഐറ്റംസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും ആവശ്യമില്ല. ബാക്കി നമുക്ക് കിട്ടാത്ത സംഭവങ്ങൾ മാത്രമേ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കേണ്ട കാര്യമുള്ളൂ. എന്നും ഇപ്പോൾ റേഷൻ അരി കഴിക്കുന്ന ഒരാൾക്ക് തോന്നൂലേ കുറച്ച് നല്ല അരി കഴിക്കണം, അങ്ങനത്തെയൊക്കെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ഭക്ഷണത്തിന് അങ്ങനെ വലിയ പ്രശ്നമൊന്നും വരാറില്ല. കടയിലെ ചേട്ടൻ നമ്മുടെ ഈ മത്സരം കണ്ടിട്ട് ആരാ എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സത്യം ഞങ്ങളുടെ കൂടെ ആയിരുന്നു പണ്ട് നിന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ശരി, എൻ്റെ നമ്പർ ഉണ്ടല്ലോ, അപ്പം GPay ചെയ്യുമ്പോൾ നമ്പർ വരുമല്ലോ, അപ്പോൾ ആ നമ്പറിലേക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, വിളിച്ചാൽ ഞാൻ സാധനം എടുത്ത് വെച്ചേക്കാം, പേയ്മെൻറ്റ് GPay വഴി ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത്യാവശ്യം വളരെ കഷ്ടപ്പെട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് സത്യ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനിയിപ്പം നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല, സത്യനെ വീട്ടിൽ കൊണ്ടുപോവുക, തിരിച്ചു പോകുക. പിന്നെ നമ്മൾ പലചരക്ക് സാധനങ്ങൾ മാത്രമല്ല, അതിൻ്റെ കൂടെ കുറച്ച് കറി വെക്കാനുള്ള സംഭവങ്ങളും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഒരു കാര്യവും വാങ്ങിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു, വേണ്ട ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മളെപ്പോഴും വരുന്നില്ലല്ലോ, ഇനിയിപ്പം എപ്പോഴാണ് വരിക എന്നറിയില്ല. അതുകൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് ചെറിയ ഒരു കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്നുമില്ല, சரி, ஒரு நாளைக்கு நேரத்துல வாங்க, அதுக்குள்ள நான் வீடாவது நல்லா நீட் பண்ணி வைக்கிறேங்க. சாமி, ஐயோ இப்போ இது முச்சிடம்மா, ചീച്ചിനെ മുച്ചിട് പീനാളെ കിടന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. എന്തായാലും എല്ലാവരും വലിയ സന്തോഷത്തിലായി, മക്കൾ ഒത്തിരി ഹാപ്പിയായി. എന്നാലും അവർക്ക് അത്ര ഓർമ്മയില്ലായിരുന്നു സത്യ. അപ്പം ഞങ്ങൾ ദിവസം എന്ന് പറഞ്ഞ പോലെ ഈ സത്യയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഫോട്ടോസൊക്കെ അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്നായിരുന്നു സത്യ ഒന്ന് നേരിട്ട് കാണുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷമായി. നമ്മൾ തിരിച്ചു പോവാട്ടോ. அண்ணா ரொம்ப சந்தோஷம். நல்லா இருக்கட்ടെ. ബൈ ബൈ. ഒത്തിരി സന്തോഷത്തിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. സത്യയുടെ കോണ്ടാക്റ്റ് ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, കാര്യങ്ങൾ അന്വേഷിക്കാം, സംസാരിക്കാം. സത്യ എന്നോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ തന്നെ ഫ്രണ്ടാവേ ഇരിക്കലാം അക്ക, എന്നെ വിളിക്കണം ഇടയ്ക്കിടയ്ക്കെന്ന് പറഞ്ഞു. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത അല്ലാണ്ട് നമ്മൾ സത്യയ്ക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കും കുറച്ച് പ്രൈവസിയൊക്കെ ആവശ്യമാണ്. അപ്പോൾ എല്ലാം അങ്ങനെയൊന്നും വീഡിയോയിൽ പറയാൻ പറ്റില്ല. അപ്പോൾ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും അത് മാത്രമേ ചെയ്തുള്ളൂ, വേറെ എന്തെങ്കിലും സഹായിക്കായിരുന്നില്ലേ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രീനിവാസൻ, സത്യയുടെ ഇളയ മോൻ, അപ്പം ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്തിനുള്ളൊരു 3-4 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് എന്നെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്, എന്നെ ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ഇളയ മോൻ സംസാരിക്കും. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് മാർക്ക് വാങ്ങിക്കണം, മാർക്ക് വാങ്ങിച്ചതിന് ശേഷം വിളിക്കുക, അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം, അതേപോലെ പഠിക്കണം, നല്ല ജോലിയൊക്കെ വാങ്ങി വലിയ ആളാവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. എന്നാലും ഇപ്പം നല്ല കോണ്ടാക്റ്റ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. സത്യ 1-ാം തീയതി തൊട്ട് വേറൊരു ജോലിയിൽ കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മാസശമ്പളമാണ്. വലിയ പൈസയൊന്നും അല്ലെങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് കുടുംബം നടന്നു പോകും. അങ്ങനത്തെ ഒരു ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം വലിയ സന്തോഷം. എന്നാലും അത്രയും സമയം കൂടെ ഉണ്ടായിട്ടും എന്തിനാണ് സത്യ എന്നെ കാണണം എന്ന് ആവശ്യപ്പെട്ടതെന്ന് ഞാൻ ചോദിച്ചില്ല. സത്യമായിട്ട് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. എന്തിനാണ് അങ്ങനെ കാണണം എന്ന് ആവശ്യപ്പെട്ടതെന്ന് സത്യമായിട്ട് പറഞ്ഞുമില്ല.
ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഇതാണ് സത്യയുടെ ഊര്. ഇന്നലെ നമ്മൾ സരസ്വതിക്കനെ കണ്ടില്ലേ പൈപ്പും ചുവട്ടിൽ വെച്ച്? അവിടെയാണ് ഈ ഇടതുവശത്ത് കാണുന്ന സ്ഥലം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഇന്നലെ സത്യയുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ അന്വേഷിച്ച് കയറിപ്പോയത്. അങ്ങനെ തിരക്കിൻ്റെ ഇടയ്ക്ക് 2 ദിവസം ലീവ് കിട്ടിയപ്പോൾ ഓടി വന്നതാണെങ്കിലും വന്ന കാര്യം സാധിച്ചത് ഒത്തിരി സന്തോഷമുണ്ട്. നാളെയും കൂടി നമ്മളിവിടെ ഉണ്ടാവും. മറ്റന്നാൾ തിരിച്ചു പോകും. മക്കൾക്ക് സ്കൂള് ക്ലാസ് മിസ്സാക്കാൻ പറ്റില്ല. അപ്പം മറ്റന്നാൾ നമ്മൾ തിരിച്ചു പോകും. പിന്നെ സത്യയെ കണ്ടിട്ട് വരുമ്പം സന്തോഷമാണോയെന്ന് വെച്ചാൽ സന്തോഷം ഒത്തിരി ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എവിടെയോ ഇത്തിരി ഒരു സങ്കടം പോലെ ഒരു ഇതുമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അതെനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. അങ്ങ് ആനമല കിടക്കുന്നുണ്ടോ? അതിൻ്റെ അടിവാരത്താണ് നമ്മുടെ വീടുള്ളത്. സ്റ്റാഫ് അപ്പാർട്ട്മെൻറ്റ് അവിടെയാണ് ഉള്ളത്. അപ്പോൾ അവിടം വരെ നമുക്ക് എത്തണം. ഗേറ്റ് അടച്ചിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ട്രെയിൻ പോയതിന് ശേഷം വേണം നമുക്ക് ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻസിൽ കൂടി അറിയിക്കണം കേട്ടോ. ഒരു ലോങ് വ്ളോഗാണിത്. ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി.